നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർവീസിൽ സ്റ്റെനോഗ്രാഫർ ഒഴിവുകളുണ്ട്. 2006 ഒഴിവുകളാണ് ഉള്ളത്. ഓഗസ്റ്റ് 17 വരെ അപേക്ഷിക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും സ്റ്റെനോഗ്രാഫർമാരെ തെരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. ഗ്രേഡ് സി, ഗ്രൂപ്പ് ബി, ഗ്രേഡ് ഡി, ഗ്രൂപ്പ് സി വിഭാഗം തസ്തികകളിലേക്കായുള്ള 2006 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ജോലി ഒഴിവുകൾ ഇനിയും കൂടാനാണ് സാധ്യത. പരീക്ഷയ്ക്ക് കേരളത്തിൽ 6 കേന്ദ്രങ്ങളാണുള്ളത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരിക്കും പരീക്ഷയുണ്ടാകുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അംഗീകൃത ബോർഡ് സർവകലാശാലകളിൽ നിന്ന് 7/8/2024 മുൻപായി നേടിയ 12ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് ആവശ്യമുള്ളത്. ഗ്രേഡ് സി തസ്തികയിലേക്ക് 1/8/2024 18 വയസ്സിനും 30 വയസ്സിനും മധ്യയുള്ളവരായിരിക്കണം. ഗ്രേഡ് ഡി തസ്തികയിലേക്ക് 1/8/24 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയും ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഉയർന്ന പ്രായപരിധിയിൽ SC, ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ തസ്തികയിലേക്ക് 10 വർഷവും SC, ST-കാർക്ക് 15 വർഷവും OBC-കാർക്ക് 13 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. വിധവകൾക്കും പുനർവിവാഹിതരാകാത്ത വിവാഹമോചിതർക്കും ഗ്രൂപ്പ് സി വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് 35 വയസ്സുവരെ, SC, ST-കാർക്ക് 40 വയസ്സുവരെയും അപേക്ഷിക്കാം. ഒബ്ജക്റ്റീവ് മാതൃകയിൽ നടത്തുന്ന 200 മാർക്കിന്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. സ്ക്രൈബിന്റെ സഹായം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 40 മിനിറ്റ് കൂടി അധികം ലഭിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്ക് എന്നിങ്ങനെയാണ് ഓരോ വിഷയത്തിനുമുള്ള മാർക്കുകൾ. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉണ്ടായിരിക്കും. തെറ്റുത്തരത്തിന് 4/1 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർ സ്റ്റെനോഗ്രാഫിയിലെ സ്കിൽ ടെസ്റ്റ് കൂടി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ഒന്നിലായിരിക്കും സ്കിൽ ടെസ്റ്റ് നടത്തുന്നത്. ഭാഷാ ഉദ്യോഗാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങളുടെ കോഡ്, റീജിയണൽ ഓഫീസുകളുടെ വിലാസം എന്നിവ വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭിക്കുന്നതാണ്. വനിതകൾക്കും SC, ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ഇല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് 18 രാത്രി 11 മണി വരെയാണ് ഫീസ് അടയ്ക്കാനുള്ള സമയമുള്ളത്. SSCയുടെ പുതിയ വെബ്സൈറ്റായ ssc.gov.in വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. പഴയ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തവരും പുതിയ വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വേണം അപേക്ഷിക്കേണ്ടത്. തത്സമയം എടുക്കുന്ന ഫോട്ടോ, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 17 രാത്രി 11 മണി വരെ. അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർക്ക് ഓഗസ്റ്റ് 27, 28 തീയതികളിൽ സമയം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഫീസ് ഈടാക്കുന്നതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.